ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇന്ന് വിനീഷ് ചേട്ടൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ചെറിയൊരു പരിപാടിയുണ്ട്. ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് വരുന്നത്. അതിനുള്ള തുടക്കമായിട്ട് ഇതാ പട്ടാളക്കാരൻ തന്നെ ഇലയെല്ലാം തുടച്ച് വയ്ക്കുന്ന രംഗങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, ഇരുപത്തിനാല് വർഷത്തെ സർവീസിന് ശേഷം നാട്ടിലെത്തിയിട്ട് ഇവിടെയും പണി. ഹലോ, അപ്പം ഏട്ടൻ്റെ 24 വർഷത്തെ പട്ടാള ജീവിതം കഴിഞ്ഞ് ഏട്ടൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഏട്ടനെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടീം കണ്ണൂർ സോൾജേഴ്സ് എത്തിയതാണ്. അപ്പം അതിന് വേണ്ടി ഞങ്ങളൊരു ചെറിയൊരു സ്നേഹവിരുന്നൊരുക്കി. അപ്പം കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചുറ്റുമുള്ളവരും അടുത്ത കുറച്ച് സുഹൃത്തുക്കളും അങ്ങനെ. അപ്പം അവരൊക്കെ എത്തിത്തുടങ്ങിയായിരുന്നു. അവർക്കൊക്കെ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പം ഏട്ടൻ പട്ടാള ഡ്രസ്സ് കാരണം യൂണിഫോം തന്നെ ഇടണുണ്ട് ആ ചടങ്ങിൽ. അപ്പം നമുക്ക് ആ ചടങ്ങുകൾ കുറച്ച് കുറച്ചായിട്ട് കാണാം. നമുക്ക് ഈ കാണിക്കാൻ ഞാൻ നമ്മുടെ കണ്ണൂർ സോൾജേഴ്സ് ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല നാട്ടിൽ നിന്ന് വരുന്നവരാണ് അവരൊക്കെ. അപ്പം അവരെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏട്ടൻ്റെ ചക്കരക്കൽ ഫ്രണ്ട്സിൻ്റെ വക ചെറിയൊരു സ്നേഹാദരവും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോളുടെ ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മോളുടെ ഫ്രണ്ട്സാണ്. അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മുഖം മറക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് അവർ ഫേമസ് ആകുമ്പോൾ അത്രേ അതും പറഞ്ഞിട്ട് മുഖം മറക്കി പിടിച്ചായിരുന്നു കേട്ടോ. ഫേമസ് മക്കളെ അങ്ങനെ. അപ്പോൾ നമുക്ക് കുറച്ച് ചടങ്ങുകൾ കാണാം. ഉപഹാര സമർപ്പണ ചടങ്ങിനായി ബന്ധപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ആമുഖം മാഷയുടെ അവതരിപ്പിച്ചു. നമ്മളുടെ ബിനീഷ് സാർ ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ ഒരു ബഹുമാനപ്പെട്ട മെമ്പറാണ്. അദ്ദേഹം 24 വർഷം രാജ്യസേവനം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെയാണ് സ്വീകരണം കൊടുക്കാറ് പതിവ്. ബട്ട് സാർ വന്നത് ബൈ റോഡാണ്, അൺടൈമിലായതുകൊണ്ടാണ് ഈ പരിപാടി ഇങ്ങനെയായിട്ട് ഒരു ക്രമീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ അദ്ദേഹത്തെ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ പ്രതി സാറിനെ ക്ഷണിക്കുന്നു. നമ്മളുടെ പഴയകാല മെമ്പർ അഷിൽ സാറിനെ ക്ഷണിക്കുന്നു. റിയേഷ് ബാബു സാറിനെ, എല്ലാവർക്കും നമസ്കാരം. ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ ശക്തനായൊരു മെമ്പർ ഇനി ഇതിൻ്റെ 24 വർഷത്തെ സർവീസിന് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭാരതാംബയെ എങ്ങനെ സ്നേഹിച്ചു, അതുപോലെ തന്നെ സ്വന്തം നാടിനെ ഇനി അങ്ങോട്ട് സേവിക്കാനുള്ള എല്ലാ അവസരങ്ങളും, അതുപോലെ ഇനിയുള്ള ലൈഫിൽ നല്ലൊരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ടീം കണ്ണൂർ സോൾജേഴ്സിനെ പറ്റി 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ടീം കണ്ണൂർ സോൾജേഴ്സ് എന്ന ഒരു സംഘടന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഉടലെടുത്ത ഒരു സംഘടനയാണ്. 1600ഓളം മെമ്പറെ, അതായത് ഇന്ത്യൻ ആർമിയിലെ, എയർഫോഴ്സിലെ, അതുപോലെ നേവിയിലെ അർദ്ധ സൈനിക കൂട്ടായ്മയായ BSF, CRPF എന്നിവയിലുള്ള എല്ലാ മെമ്പറെ സർവീസ് മതിയാക്കി 24, 28, 30 വർഷത്തിന് ശേഷം നാട്ടിലെത്തി. ഒരു വിവരം ആരും അറിയില്ലായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെന്ന് കണ്ണൂർ സോൾജേഴ്സ് എന്ന സംഘടന കൂടാതെ നേരം കൂടെയുണ്ട് എന്ന ആപ്തവാക്യത്തോടു കൂടി ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചത്. റെയിൽവേ സ്റ്റേഷനിലോ, അതുപോലെ എയർപോർട്ടിലോ, അതോ സ്വന്തം നാട്ടിലുള്ള ബസ് സ്റ്റാൻഡിലോ എത്തിയ സോൾജേഴ്സിൻ്റെ ഒരു കലണ്ടർ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻചാർജ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഇപ്പം വേഗം കൊള്ളുന്ന ചെറുതായതുകൊണ്ട് കൊള്ളുന്നു. എല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ് കല്ല്. എല്ലാവർക്കും ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി രണ്ടുപേരെ സംസാരിക്കാൻ ബിനീഷ് സാറിന് ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു ഓൾ. പ്രിയപ്പെട്ട സുഹൃത്ത് ബിനീഷ്, നീണ്ട 24 വർഷത്തെ സർവീസിന് ശേഷം നാട്ടിൽ കഴിഞ്ഞിട്ട് നമ്മുടെ യൂണിറ്റി ക്ലബ് ചക്കരക്കൽ എന്ന പേരിൽ ഒരു ക്ലബ് ഗ്രൂപ്പുണ്ട്. ക്ലബ് ഗ്രൂപ്പിൻ്റെ വകയുള്ള ഒരു ഉപഹാര സമർപ്പണത്തിന് വേണ്ടി ആണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ പൊളി. നോക്കട്ടെ. അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ മോളുടെ ഫ്രണ്ട്സാണിത്. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ റിഷ, നമിത, പിന്നെ അൻവ ടീച്ചർ, ഷീബ ടീച്ചർ, അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു. അവരും എല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ ഇത് ശനിവേട്ടൻ്റെ വൈഫാണ്. അവൾ കുറച്ച് ലേറ്റായി പോയി. കണ്ണൂർ സോൾജേഴ്സിലൊരാളുടെ പാട്ടായിരുന്നു കേട്ടത്. അപ്പം കുറച്ച് പേരായിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഓരോരുത്തരെ യാത്ര പറയായിരുന്നു. എന്തായാലും എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അവരായാലും അല്ല ഇങ്ങനൊരു ഇത് വിരുന്ന് ഒരുക്കിയതിൽ. അപ്പോൾ ഇനിയുള്ള ഏട്ടൻ്റെ അപ്പോൾ ഗൈസ്, മക്കളുടെ ഡാൻസും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പാട്ടുപാടലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ചതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഇതാ ഞങ്ങൾ നമ്മൾ തലമുണ്ടക്കാവ്, തൊട്ടടുത്ത തലമുണ്ടക്കാവിലെ കാഴ്ച വരവുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാനേട്ടനും മാത്രം, ബിനീഷേട്ടനും ഞാൻ മാത്രം പോയതാണിത്. അപ്പോൾ അടിപൊളി DJ ആയിരുന്നു. കാണാൻ പറ്റുന്നത് സൂപ്പർ ബീച്ച്, നല്ല വൈബ് തന്നെയായിരുന്നു. പോയിട്ടുണ്ടെങ്കിൽ നഷ്ടമായിരുന്നു. അതങ്ങനെ പോയി രാത്രി വരാൻ പോയതിനു ശേഷം കണ്ടിട്ടാണ് പിന്നെ വീട്ടിൽ കിടന്നുറങ്ങിയത്.
അങ്ങനെ എന്തായാലും നല്ലൊരു ദിവസം ഇങ്ങനെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചടങ്ങിന് ചേർന്ന് ഒരുപാട് പേര് ചേരുന്ന അവരിലേക്ക് താങ്ക്സ്. എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് ഇനി ഒരു ദിവസം ഉണ്ടെങ്കിൽ വരണം. ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.